നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം കളത്തിപ്പടിയിലുള്ള ഭാരത് ഗ്യാസിൻ്റെ ഏജൻസി അരുൺ ഗ്യാസിലാണ്. ഇവിടെ മസ്റ്ററിങ്ങിനുള്ള തിരക്കാണ്. രാവിലെ കണ്ടു കാണുമല്ലോ, ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്, കൺസ്യൂമേഴ്സ് വരുന്നുണ്ട്. അവർ മസ്റ്ററിങ്ങിന് വേണ്ടി വരുന്നതാണ്. കേന്ദ്ര സർക്കാർ ഇതിന് ഒരു അവസാന തീയതിയൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും ആളുകൾക്ക് ഇത് ചെയ്തില്ലെങ്കിൽ, മസ്റ്ററിങ് ചെയ്തില്ലെങ്കിൽ അടുത്ത തവണ മുതൽ സിലിണ്ടറിൻ്റെ റീഫില്ല് മുടങ്ങുമോ, സിലിണ്ടർ കിട്ടാതെ വരുമോ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആശങ്കകളുണ്ട്. പക്ഷേ ഈ ആശങ്കകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. മസ്റ്ററിങ് ചെയ്യാൻ താമസിച്ചു പോയി എന്നതിൻ്റെ പേരിൽ ആർക്കും സിലിണ്ടർ റീഫില്ല് കിട്ടാതിരിക്കില്ല. അത് കേന്ദ്ര സർക്കാർ ഒരു അവസാന തീയതി പറയാത്രത്തോളം കാലം അതിനുള്ളിൽ നമ്മൾ ചെയ്താൽ മതി. നിലവിൽ അങ്ങനെ ഒരു അവസാന തീയതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സിലിണ്ടർ റീഫില്ലിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. നമ്മൾ നേരത്തെ ഇത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അടുത്ത വീഡിയോ വരുന്നത്. ഈ കൺസ്യൂമേഴ്സിനെ മസ്റ്ററിങ് നടത്താനുള്ള അവസരം അവർ ഓൺലൈനിൽ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് എങ്ങനെ ഓൺലൈനിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സൗകര്യത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എവിടെയും പോകാതെ ഒരു ക്യൂവും നിൽക്കാതെ എങ്ങനെ ഓൺലൈനിൽ ഈ മസ്റ്ററിങ് നടപടികൾ പൂർത്തിയാക്കാം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ കൃത്യമായിട്ട് മുഴുവനായിട്ട് കാണുക. അത് മസ്റ്ററിങ് വീട്ടിലിരുന്ന് തന്നെ ചെയ്യുക. ഇപ്പം നമ്മളുടെ കൂടെ എബ്രഹാം എന്ന് പറയുന്ന ഒരു ചേട്ടനാണുള്ളത്. ചേട്ടൻ രാവിലെ ഇവിടെ വന്നതാണ്, മസ്റ്ററിങ് നടത്താൻ വന്നതാണ്. കണ്ടു, ഇവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള അരുൺ എന്നോട് പറഞ്ഞു, എന്നാൽ അഭിലാഷ് ഒന്ന് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ അത് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. അതിൻ്റെ വീഡിയോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ഇത് ആദ്യം മുതൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മുതൽ അവസാനം അതിൻ്റെ വാലിഡേഷൻ പൂർത്തിയാകുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ അച്ഛൻ്റേത് ഞാൻ ചെയ്തു കൊടുത്തതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് കാണിച്ചു തരാം. അപ്പം എല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കാണുക. ഇത് മസ്റ്ററിങ് പൂർത്തിയാക്കിയോ? രാവിലെ വന്ന് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു അല്ലേ? ഇപ്പം ചിലർക്ക് ഇവിടെ പടം വന്നപ്പോൾ അജയൻ്റെ മുഖമൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അന്നേരം തന്നെ പതിഞ്ഞ് കിട്ടി. ചിലരുടെയൊക്കെ മുഖം പതിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് ഇവിടെ അരുൺ ഇങ്ങനെ ഒരാളോട് പറയുന്നത് കേട്ടു. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മൾ രണ്ടും കൂടിയാണല്ലോ ചെയ്തത്. ആണ്, ഓക്കെ. ഇൻഡൈൻ്റെ ആയാലും HP ആയാലും ഭാരത് ഗ്യാസിൻ്റെ ആയാലും മസ്റ്ററിങ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ആധാർ ഫേസ് RD എന്ന് പറയുന്ന ഈ കാണുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കി ഇടുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ LPGയുടെ ആപ്ലിക്കേഷനിൽ പോയി, മൊബൈൽ ആപ്ലിക്കേഷനിൽ പോയി മസ്റ്ററിങ് നടപടികൾ ആരംഭിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്കിത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി ആധാർ ഫേസ് RD ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയിടുക. അവിടെ ഓപ്പൺ ആക്കി ഇട്ടാൽ മാത്രം മതി, അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ആദ്യം നമുക്ക് ഭാരത് ഗ്യാസ് മസ്റ്ററിങ് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആധാർ ഫേസ് RD എന്ന് പറയുന്ന യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, അതായത് ആധാർ അതോറിറ്റിയുടെ ആധാർ ഫേസ് RD എന്ന പേരുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇടുക. ഈ ആധാർ ഫേസ് RD എന്ന ആപ്ലിക്കേഷൻ നമുക്കറിയാമല്ലോ, പ്ലേ സ്റ്റോറിൽ പോയാൽ ഓപ്പൺ ചെയ്ത് എടുക്കാം. പ്ലേ സ്റ്റോറിൽ പോയി ഹലോ BPCL, അതായത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഔദ്യോഗിക ആപ്ലിക്കേഷനായ ഹലോ BPCL നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ആക്കുക. ആ പേജിൽ മൊബൈൽ നമ്പർ കാണുന്നുണ്ടല്ലോ, മൊബൈൽ നമ്പർ, അതായത് നമ്മുടെ ഗ്യാസ് കണക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതൊരു 6 അക്ക നമ്പറാണ്, 6 അക്ക OTP ആണ് വരുന്നത്. ആ OTP താഴെ കാണുന്ന മൊബൈൽ നമ്പറിന് താഴെ കാണുന്ന OTP എന്ന് കാണുന്ന കോളത്തിൽ ആ OTP എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെയായിട്ട് റിസീവ് ഇൻഫർമേഷൻ ആൻഡ് അപ്ഡേറ്റ്സ് ഇൻക്ലൂഡിംഗ് ലേറ്റസ്റ്റ് സർവീസസ് ഓർ ന്യൂ പ്രോഡക്റ്റ് അപ്ഡേറ്റ്സ് ഫ്രം BPCL ഓൺ വാട്സാപ്പ് ആൻഡ് SMS. അത് ഓൾറെഡി ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ കമ്പനിക്ക് അയച്ചു തരാൻ ഉള്ള ഒരു ഓപ്ഷനാണത്. അതിനുശേഷം ബൈ സൈനിങ് എന്ന് താഴെ കാണുന്ന ആ ചെക്ക് ബോക്സ് അതൊന്ന് ടിക്ക് ചെയ്ത് വിടുക. ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ യു ഹാവ് ബീൻ സക്സസ്ഫുള്ളി എൻറോൾഡ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മളുടെ മൊബൈൽ നമ്പർ തന്നെയാണ് നമ്മുടെ തുടർന്ന് അങ്ങോട്ടുള്ള യൂസർ ID. ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള, ഈ ആപ്ലിക്കേഷൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള യൂസർ ID എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുത്ത നമ്മൾക്ക് OTP വന്ന ആ മൊബൈൽ നമ്പർ തന്നെയാണ്. യൂസർ ID എന്ന് പറയുന്നത് നമ്മളുടെ ഫോൺ നമ്പറാണ്, മൊബൈൽ നമ്പറാണ്. അത് കണ്ടിന്യൂ കൊടുക്കുക. അത് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ന്യൂ MPIN എന്ന് പറഞ്ഞാൽ മൊബൈൽ പിൻ ആണ്. അവിടെ നമ്മളൊരു മൊബൈൽ പിൻ, അതൊരു 4 അക്ക നമ്പറാണ്. നമ്മൾ മൊബൈൽ പിൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് ആളുകൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള 1 2 3 4 അങ്ങനെയുള്ളതൊന്നും കൊടുക്കാതെ
നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഏതെങ്കിലും ഒരു 4 അക്ക നമ്പർ കൊടുക്കുക. സെയിം നമ്പർ തന്നെ കൺഫേം MPIN എന്ന് പറയുന്ന താഴത്തെ ആ കോളത്തിലും സെയിം നമ്പർ തന്നെ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പം പിൻ സെറ്റായി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. തൊട്ടടുത്ത പേജിൽ വീണ്ടും നമ്മൾ ആ കൊടുത്ത 4 അക്ക നമ്പർ ഉണ്ടല്ലോ, തൊട്ട് മുമ്പ് കൊടുത്ത 4 അക്ക നമ്പർ നമ്മുടെ MPIN വീണ്ടും എൻ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു പേജിലേക്കാണ് വരുന്നത്. ആ പേജ് ഹലോ BPCLൻ്റെ ഇങ്ങനെയുള്ള ഒരു പേജിലേക്ക് വരും. നമുക്ക് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാം. ഇതാ ഇവിടെ ഇംഗ്ലീഷ്, നമുക്ക് ഏത് ഭാഷയാണ്, ഇവിടെ മലയാളം ഉൾപ്പെടെ എല്ലാ ഭാഷകളും തന്നെയുണ്ട്. അതിൽ ഞാൻ ഇംഗ്ലീഷാണ് ഓപ്റ്റ് ചെയ്തത്. വീണ്ടും അവിടേക്ക് പോകുന്നു. അപ്പം ഓപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നു KYC എന്ന് കാണുന്നു. അവിടെ താഴെ അവിടെ കംപ്ലീറ്റ് KYC എന്നൊരു ഓപ്ഷൻ കണ്ടല്ലോ. KYCയുടെ താഴെ കംപ്ലീറ്റ് KYC അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതും ഒരു 6 അക്ക നമ്പറാണ്. 6 അക്ക നമ്പർ OTP നമ്മുടെ ഫോണിലേക്ക്, നമ്മൾ നേരത്തെ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് വരും. അവിടെ ഈ കാണുന്ന ഭാഗത്ത് ആ 6 അക്ക OTP എൻ്റർ ചെയ്യുക. OTP വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് OTP എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, OTP നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. OTP വാലിഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്നൊരു മെസ്സേജ് വരുന്നുണ്ട്. യു മേ പ്രൊസീഡ് KYC എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഇവിടെ ചെക്ക് ചെയ്യുന്നു. ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുന്നു, പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാമറ ഓപ്ഷൻ ഓൺ ആകുകയാണ്. അവിടെ ക്യാമറ ഓപ്ഷൻ ഓൺ ആകുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായി നമ്മുടെ മുഖത്തിന് നേർക്ക് പിടിച്ച് ആ സർക്കിളിനുള്ളിൽ നമ്മുടെ മുഖം വരുന്ന പോലെ വേണം നമ്മൾ ചെയ്യാൻ. ഇനി ആരുടെ പേരിലാണോ കണക്ഷൻ, ആ ആളിൻ്റെ മുഖത്തിന് നേർക്ക് ക്യാമറ പിടിച്ച് ആ ആളിൻ്റെ മുഖം കൃത്യമായി ആ സർക്കിളിനുള്ളിൽ, ആ വട്ടത്തിനുള്ളിൽ വരുന്നത് പോലെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇമേജ് ക്യാപ്ചർ ആവുകയുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇമേജ് ക്യാപ്ചേർഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് കാണും. പിന്നെ കണ്ടോ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് സ്റ്റാറ്റസ്, ബാക്ക് ടു ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് ഓൺ 8th July 2024 എന്ന് പറഞ്ഞ് കാണാം. അതോടുകൂടി ഈ നടപടികൾ, നമ്മുടെ ഭാരത് ഗ്യാസുകാരുടെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാവുകയാണ്. സക്സസ്ഫുള്ളി നമ്മളത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ കൺസ്യൂമേഴ്സ് എങ്ങനെ അവരുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നുള്ള വിവരമാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. മൊബൈൽ ഫോണിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായി ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആധാർ ഫേസ് RD എന്ന് പറയുന്ന യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, അതായത് ആധാർ അതോറിറ്റിയുടെ ആധാർ ഫേസ് RD എന്ന പേരുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇടുക. ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. ആദ്യമായി നമ്മളവിടെ കയറുമ്പോൾ, ആപ്ലിക്കേഷനിലേക്ക് കയറുമ്പോൾ നമുക്കവിടെ രജിസ്ട്രേഷൻ നടപടികളുണ്ട്. അത് ചെയ്യണം. അത് ചെയ്യുന്നതിനായി ആദ്യം നമ്മളുടെ ഗ്യാസ് കണക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് കൊടുക്കണം. അതിനുശേഷം അവിടെ താഴെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ID കൊടുക്കുക. പിന്നെ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ചോദിക്കുന്നത്, അത് തെറ്റാതെ എൻ്റർ ചെയ്യുക. ഇത്രയും എൻ്റർ ചെയ്ത് കഴിഞ്ഞ് അവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, ഐ എഗ്രി വിത്ത് എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ്, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിലേക്ക് ഈ ആപ്ലിക്കേഷൻ നീങ്ങുന്നതാണ്. എഗ്രി വിത്ത് എന്ന് പറയുന്ന അത് ടിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന് പറയുന്ന ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, നമ്മൾ എൻ്റർ ചെയ്ത നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായി നമുക്കായി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കണം, 8 ക്യാരക്ടേഴ്സ്, മിനിമം 8 ക്യാരക്ടേഴ്സ് എങ്കിലും വേണം. അതിൽ ഒരെണ്ണം ഒരു അക്കം, മിനിമം ഒരു നമ്പറെങ്കിലും, ഒരു അക്കമെങ്കിലും വേണം. ഒരു സ്മോൾ ലെറ്റർ വേണം, ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണം വേണം. ഇത്രയും ഉള്ള, അതായത് ഒരക്കം, ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ഇതൊക്കെയുള്ള മിനിമം 8 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു കോംബോ ആയിരിക്കണം നമ്മുടെ പാസ്വേഡ്. അപ്പം ആ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ പാസ്വേഡ് തന്നെ നമ്മൾ താഴെ വീണ്ടും കൊടുക്കുന്നു.
സെയിം പാസ്വേഡ് ഒരു മാറ്റവുമില്ലാതെ എങ്ങനെയാണോ മുകളിൽ കൊടുത്തത് അതുപോലെ തന്നെ കൺഫേം പാസ്വേഡ് എന്ന് പറയുന്നിടത്തും നമ്മൾ ആ പാസ്വേഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു. പാസ്വേഡ് പോളിസി അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം. അതിലൊന്ന് ഒരു അക്കമായിരിക്കണം, ഒരു ഡിജിറ്റ് ആയിരിക്കണം, മറ്റൊന്ന് ഒരു സ്മോൾ ലെറ്റർ ആയിരിക്കണം, ഇംഗ്ലീഷ് സ്മോൾ ലെറ്റർ, മറ്റൊന്നൊരു ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ വേണ്ടത് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. അപ്പോൾ നമ്മൾ നമ്മുടെ OTP കൊടുത്ത് നമ്മുടെ പാസ്വേഡും എൻറ്റർ കൃത്യമായിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ തൊട്ട് താഴെയും എൻറ്റർ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ കസ്റ്റമറെ രജിസ്റ്റർ ചെയ്യുകയാണ്. രജിസ്റ്ററിങ് യൂസർ എന്ന് പറഞ്ഞ് നമുക്കത് ഇങ്ങനെ ഓക്കെ. അപ്പം വീണ്ടും നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഫോം വന്നു. അവിടെ വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കിടപ്പുണ്ട്. ഓൾറെഡി നമ്മൾ ആ കൊടുത്ത മൊബൈൽ നമ്പർ അവിടെ ഉണ്ട്. തൊട്ട് താഴെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറും ആ താഴെ നമ്മുടെ പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ കൊടുക്കുന്നു. നമ്മളുടെ മൊബൈൽ നമ്പറും നമ്മളുടെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ നൗ എന്ന് പറയുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ കണ്ടോ ലിങ്ക് മൈ LPG ID എന്ന് പറയുന്നുണ്ട്. ലിങ്ക് മൈ LPG ID കണ്ടോ, ലിങ്ക് LPG ID. നമ്മൾ വീണ്ടും മൈ പ്രൊഫൈലിലേക്ക് പോകുന്നു. മൈ പ്രൊഫൈൽ അവിടെ കണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ലിങ്ക് യുവർ എക്സിസ്റ്റിംഗ് LPG ID എന്ന് പറയുന്നു. LPG ID എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. LPG ID കണ്ടെത്തുന്നതിനായി നമ്മൾ ഈ സ്ക്രീൻ ഇവിടെ മിനിമൈസ് ചെയ്തിട്ടതിന് ശേഷം നമ്മളുടെ ഗൂഗിൾ ക്രോമിൽ പോയി LPG ID എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫൈൻഡ് യുവർ LPG ID എന്ന് വരും. ഇപ്പോൾ ഫൈൻഡ് യുവർ LPG ID എന്ന് വന്നുകൊണ്ട് അവിടെ ക്വിക്ക് സെർച്ച് ഉണ്ട്, നോർമൽ സെർച്ച് ഉണ്ട്. അവിടെ ക്വിക്ക് സെർച്ചിൽ അത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ നമ്മൾ ഇതുവരെ കൊടുത്ത് നമ്മളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് മാത്രം ചെയ്താൽ മതി. താഴെ കാണുന്ന ഒന്നും ചെയ്യേണ്ട. പിന്നീട് അവിടെ ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ടിക്ക് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഒരു OTP വരും. അതൊരു 4 അക്ക OTP ആണ്. നമ്മളുടെ ഫോണിലേക്ക് OTP വരും. ആ OTP അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP 4 അക്ക നമ്പർ വന്നു. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. താഴെ വെരിഫൈ OTP എന്ന് പറയുന്നിടത്ത് കൊടുക്കുക. ഒന്ന് ടിക്ക് ചെയ്യുക. അന്നേരം ദേ വരുന്നു കൺഫർമേഷൻ യുവർ LPG ID. ഇതാണ് നമ്മളുടെ LPG ID. ഇനിയും ഈ സ്ക്രീൻ മിനിമൈസ് ചെയ്തിട്ടതിന് ശേഷം ഇത് നമ്മൾ ഒരു പേപ്പറിൽ മാർക്ക് ചെയ്യുക ഈ LPG ID. കാരണം ഒരുപാട് ഡിജിറ്റ്സ് ഉണ്ട്, നമ്മൾ ഓർത്തിരിക്കാൻ പാടാണ്. അതുകൊണ്ട് എഴുതിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് മിനിമൈസ് ചെയ്തിടുക. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ ചെയ്തു വന്ന മറ്റേ ഇന്ത്യൻ്റെ പേജ് ഉണ്ടല്ലോ, ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അതിലേക്ക് പോവുക. ഇത് മിനിമൈസ് ചെയ്തിടുക. ഈ നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം മിനിമൈസ് ചെയ്ത് ഇട്ട് നമ്മൾ വീണ്ടും ഇവിടെ വന്നു. ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന ആപ്പിൽ നമ്മൾ ചെയ്ത് വെച്ചിടത്തേക്ക് വന്നു. അപ്പം മുമ്പേ നമുക്ക് കിട്ടിയ ആ 3 ശേഷമുള്ള ബാക്കി നമ്പറുകൾ നമ്മളിവിടെ എൻ്റർ ചെയ്യുക. 3 അവിടെ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് LPG IDയിൽ 3 ശേഷമുള്ള ബാക്കി നമ്പറുകൾ ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ പേര്, റിലേഷൻഷിപ്പ് ID, മൊബൈൽ നമ്പർ, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ആരാണ് എന്ന് വെച്ചാൽ അവരുടെ പേര്, ഇത്രയും വരും. ഇത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ യെസ് ഇറ്റ്സ് കറക്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തപ്പോൾ വീണ്ടും ഒരു OTPക്കുള്ള പ്രൊവിഷൻ വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ഫോണിൽ വരുന്ന OTP എൻ്റർ ചെയ്യുക. OTP ഉടനെ വരും. 4 അക്ക നമ്പറാണ്. OTP എൻ്റർ ചെയ്തു. അപ്പം അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൺഫേംഡ് എന്ന് പറഞ്ഞു. പിന്നെ യു നീഡ് ടു റീലോഗിൻ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഇതേ പേജ് ആപ്ലിക്കേഷനിൽ തന്നെ ഇതേ പേജിൽ ഇതിൻ്റെ തുടർച്ചയായി തന്നെ റീലോഗിൻ ചെയ്യണം. അതിന് നമ്മൾ വീണ്ടും നമ്മുടെ ലോഗിൻ കണ്ടോ, ലോഗിൻ സൈനപ്പ് എന്ന് പറയുന്നുണ്ടോ, വെൽക്കം ഗസ്റ്റ്, അവിടെ ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും ലോഗിനുള്ള പ്രൊവിഷൻ വരും. അവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിരിക്കും. അതിൻ്റെ താഴെ നമുക്ക് വേണ്ടി നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ആ പാസ്വേഡ് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ലോഗിൻ നൗ കൊടുക്കുക. വീണ്ടും നമ്മൾ നമ്മുടെ മൈ പ്രൊഫൈൽ എടുക്കുക. മൈ പ്രൊഫൈൽ എടുത്ത് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ KYC എന്ന് കണ്ടല്ലോ, അതേ ടച്ച് ചെയ്യുക. അതേ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഒരു ബോക്സ് ഉണ്ട്. അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക.
താഴെ ഫേസ് സ്കാൻ എന്ന് പറഞ്ഞൊരു ക്യാമറ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കണ്ടല്ലോ, അതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ക്യാമറ എനേബിൾ ആകും. ക്യാമറ എനേബിളായി നമ്മൾ ആരുടെ ആണോ എടുക്കുന്നത്, അപ്പം നമ്മുടെ തന്നെ പേരിലാണ് കണക്ഷൻ എന്നുണ്ടെങ്കിൽ നമ്മളുടെ സെൽഫി ക്യാമറ, നമ്മുടെ മൊബൈലിലെ സെൽഫി ക്യാമറ തന്നെ ഉപയോഗിച്ചാൽ മതി. അത് നമ്മുടെ മുഖത്തിന് നേർക്ക് പിടിച്ച് കൃത്യം ആ വട്ടത്തിനുള്ളിൽ വേണം നമ്മുടെ മുഖം വരേണ്ടത്. പ്രത്യേകിച്ചൊരു കാര്യം ഓർക്കേണ്ടത്, കണ്ണാടിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ണാടി എടുത്ത് മാറ്റിയതിന് ശേഷം വേണം ഈ ഫോട്ടോ എടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഐറിസ് കൃത്യമായി റീഡ് ചെയ്യപ്പെടില്ല. ആ വട്ടത്തിനുള്ളിൽ തന്നെ നമ്മുടെ മുഖം വരുന്നത് പോലെ വേണം എടുക്കാൻ. കണ്ണ് ചിമ്മുക, കണ്ണ് നന്നായി ചിമ്മി തുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്യാമറ ക്ലിക്ക് എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാൻ പ്രത്യേകിച്ച് ഓപ്ഷനൊന്നുമില്ല. ക്യാമറയ്ക്ക് നേർക്ക് മുഖം വന്ന് ആ വട്ടത്തിനുള്ളിൽ നമ്മുടെ മുഖം വരുന്ന പോലെ വന്നതിന് ശേഷം കണ്ണ് ഒന്ന് ചിമ്മി തുറക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ അവിടെ രജിസ്റ്റർ ആവും. കണ്ടല്ലോ, അവിടെ നമ്മുടെ പേരുണ്ട്, നമ്മുടെ ജെൻഡറുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, വീട്ടുപേരുണ്ട്, അഡ്രസ്സ് വിത്ത് പിൻകോഡ് എല്ലാം ഉണ്ട്. എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ യുവർ KYC ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്നു. ഇതോടുകൂടി ഇന്ത്യൻ്റെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാകും. ഇപ്പോൾ നമ്മുടെ കൂടെ ഭാരത് ഗ്യാസിൻ്റെ ഡീലർ അരുൺ, ഭാരത് ഗ്യാസിൻ്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള അരുണുണ്ട്. അപ്പോൾ അരുണിനോട് ചോദിച്ചു നോക്കാം, നമുക്കിവിടെ ഏജൻസിയിൽ വന്ന് ഇങ്ങനെ ചെയ്യുന്നതും വീട്ടിലിരുന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇതെങ്ങനെ ചെയ്യുന്നതും തമ്മിലുള്ള അതിൻ്റെ ഒരു വ്യത്യാസം, അതിൻ്റെ കൂടുതൽ സൗകര്യം എങ്ങനെയാണെന്നുള്ളത്. കൂടുതൽ സൗകര്യം വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നതാണ്, അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം. നമുക്കിതെങ്ങനെ എവിടെ വരുമ്പം ഇപ്പോൾ ഒരു ചേട്ടൻ വന്ന് സംശയം ചോദിക്കുന്നത് കണ്ട്, നമ്മുടെ വിരലടയാളം പതിക്കണ്ടേ എന്ന് ചോദിക്കുന്നത് കേട്ടോ. വിരലടയാളത്തിന് പകരമായിട്ട് നമ്മൾ ഹലോ BPCL ആപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഹലോ BPCL ആപ്പിൽ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫേസ് റെക്കഗ്നേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് നമ്മുടെ ഫേസ് അവരെടുക്കും. അതും ആധാറിലെ ഫേസും സെയിം ആണെങ്കിൽ സക്സസ്ഫുൾ ആവും. ബയോമെട്രിക് സീഡിങ് സക്സസ്ഫുൾ ആവും. പേര് മാറാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഇവിടെ വരുന്ന നെയിം ചേഞ്ചിന് വേണ്ടി കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പുതിയ ആളുടെ, അതായത് മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ പുതിയ ആളിൻ്റെ ആധാർ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, 3 ഫോട്ടോ, പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റും ബന്ധം തെളിയിക്കുന്ന രേഖ. അത് എന്ത് വേണമെങ്കിലും ബന്ധം തെളിയിക്കുന്നുണ്ടെങ്കിൽ റേഷൻ കാർഡാണ് മിക്കവാറും ഉള്ളത്. ഇപ്പം റേഷൻ കാർഡിൽ പേര് വെട്ടിയതാണെങ്കിൽ ആ പഴയ റേഷൻ കാർഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന രേഖകൾ. പിന്നെ ഇവിടെ ഒരു ഫോം ഉണ്ടായിരിക്കും, ആ KYC ഫോം, അതും വന്ന് മേടിപ്പിച്ചാണ് തരേണ്ടത്. ഇനി മറ്റ് കാരണങ്ങളെന്ന് പറഞ്ഞാൽ ആൾ വെളിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലാണെങ്കിൽ അവർ വെളിയിലിരുന്നുകൊണ്ട് ഒരു വൈറ്റ് പേപ്പർ, ഒരു സമ്മതപത്രം എഴുതിയിട്ട് അതിങ്ങനെ വാട്സപ്പ് മുഖാന്തരം പ്രിൻറ്റ് എടുത്തിട്ട് അത് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അയച്ചു തരുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലും ഈ ബാക്കി ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ അതും ഒരു ഡീറ്റെയിൽസ്